ഇറ്റ് എൻഡ്സ് വിത്ത് അസ് ബേസ്ഡ് ഓൺ എ നോവൽ ഓഫ് ദ സെയിം നെയിം. കുറെ നെഗറ്റീവ് റിവ്യൂസ് കേട്ട് തന്നെയാണ് ഞാൻ ആ ഒരു നോവൽ വായിച്ചു തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അത് എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കായിട്ട് തന്നെ മാറി. അതുകൊണ്ട് തന്നെ ഞാൻ മോസ്റ്റ്ലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു ആ ഒരു സിനിമ കണ്ടതിന് ശേഷം. റീസൺ 1 കാസ്റ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ വിഷ്വൽസിലൊക്കെ ആ കാസ്റ്റിംഗ് വലിയ കുഴപ്പമില്ലാണ്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ പിന്നീട് തീരെ വർക്കൗട്ട് ആവാണ്ട് പോയി. എന്താന്ന് വെച്ചാൽ നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷൻ അത്രയും വലുതായി. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇമാജിനേറ്റ് ചെയ്യാം. അതൊക്കെ തെറ്റിച്ചുകൊണ്ടും ഒരു കാസ്റ്റിംഗ് വരുമ്പോൾ അത് വലിയൊരു നെഗറ്റീവായിട്ട് തന്നെ മാറും. ശരിയാണ്, ഇതിലെ മെയിൽ ആക്ടേഴ്സും ഇതിലെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടി യങ് ഏജുള്ള ആക്ടേഴ്സിനെ ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. റീസൺ 2 ബുക്കിൽ തന്നെ കുറച്ച് ബെസ്റ്റായ കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു അറ്റ്ലസിന്റെയും ലില്ലിയുടെയും പഴയകാല കുറേ പോർഷൻസ്. ഇതിനകത്ത് ആ ഒരു മൊമെന്റ്സ് പോലും ഭയങ്കര പെട്ടെന്ന് കാണിച്ചുകൊണ്ട് ഒട്ടും ഇമ്പാക്ട് തരുന്ന രീതിയിലല്ല എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഫ്ലാഷ് ബാക്കിൽ അറ്റ്ലസ് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും ലില്ലിയുടെ അച്ഛനമ്മയുടെ അബ്യൂസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒന്നും ഒട്ടും ഇമോഷണലി എഫക്റ്റീവ് അല്ല. ഒന്നും അത്രയും രസകരമായിട്ടല്ല എടുത്തിരിക്കുന്നത്. അതാണ് റീസൺ 3 മീഡിയോക്കർ ആയുള്ള ഡയറക്ഷനും എഡിറ്റിങ്ങും മേക്കപ്പും കോസ്റ്റ്യൂംസും. ഫ്ലാഷ് ബാക്കിലെ പോർഷൻസിലൊക്കെ നമുക്ക് അറ്റ്ലസിനോട് കുറച്ചെങ്കിലും സിമ്പിൾ തോന്നണമെങ്കിൽ അതേപോലത്തെ കോസ്റ്റ്യൂംസും മേക്കപ്പൊക്കെ വേണം ചെയ്ത് കൊടുക്കാൻ, അത്രയും ദാരിദ്ര്യമായിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സാധാ ഒരു പയ്യൻ, ഒരു പാവപ്പെട്ട പയ്യൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അബ്യൂസിനെ പറ്റിയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ബുക്ക് പോലെ തന്നെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടെ ബെറ്റർ സ്റ്റോറി ടെല്ലിംഗ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡീസെന്റ് വാച്ച് കിട്ടി. സെക്കൻഡ് ഹാഫ് ബെറ്റർ ആയി, നന്നായി. മ്യൂസിക്, സിനിമാറ്റോഗ്രഫി എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെർഫോമൻസും വളരെ നന്നായിരുന്നു. ഓവറോൾ പേഴ്സണലി എനിക്ക് ഈ സ്റ്റാർട്ട്സ് വിത്ത് ആണ് കൂടുതൽ ഇഷ്ടം. ലില്ലിയുടെയും അറ്റ്ലസിന്റെയും ആ ഒരു റൊമാൻസ്. ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മൂവി. ബുക്കായിരിക്കുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഡയറക്ടർ ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്ട് ഒരു മിനി സീരീസ് ആയിട്ട് ഇറക്കണമായിരുന്നു. അത് കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഏതായാലും ഒരു ഡീസന്റ് വാച്ച് തന്നെയാണത്.